ദുബായ് റൺ 2024 ഈവൻറ്റിലേക്കുള്ള ബിബും ടീഷർട്ടും സബീൽ പാർക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കാവടി തുള്ളി പോകുന്ന പോക്കാണ് ഗൈസ് ഈ കാണുന്നത്. ഞാൻ ദുബായ് റണ്ണിൻ്റെ ഈവൻറ്റിന് രണ്ടാമത്തെ വട്ടമാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം പങ്കെടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞങ്ങൾ അബുദാബിയിലായിരുന്നു. അതിന് മുന്നത്തെ വർഷവും ഇപ്പോഴും പങ്കെടുത്തു. നല്ല ഓളമായിരുന്നു, ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുപാട് മനുഷ്യർ ഒരേ എനർജിയോടുകൂടി ഒത്തുകൂടുന്നൊരു സ്ഥലത്ത് ഒരു വല്ലാത്തൊരു തരം വൈബാണ് ഗൈസ്. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനും ഒക്കെ ഉള്ള പോലത്തെ ഒരു വൈബായിരുന്നു. വെളുപ്പിന് 4:30 കേട്ടോ ദുബായിൽ ഇത്രയും പേര്, ആ ഷെയ്ഖ് സായിദ് റോഡിൽ ഇത്രയും പേര് ദുബായ് റണ്ണിന് വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു 4 ഡ്രോൺ സ്കൈ ഡൈവേഴ്സ് എന്ന് അവതാരകർ പറയുന്നുണ്ടായിരുന്നു. അവർ വന്നിട്ട് നല്ല പ്രകടനമായിരുന്നു. അവർ പറന്നു പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നടന്നു പോകുന്നതാണ്. അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 7 മണിയൊക്കെ ആയി റൺ തുടങ്ങാനായിട്ട്. ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അടുത്തു നിന്നാണ് ദുബായ് റണ്ണിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ദുബായിയുടെ ക്രൗൺ പ്രിൻസ് അടക്കമുള്ള ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയാണ്. ഇത്രയും മനുഷ്യരെ ആ റോഡിൽ അത്രയും സമയം എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവർ കൊടുത്തൊരു എഫേർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ സ്കൈ ഡൈവേഴ്സ് വന്നിട്ട് പലതരം അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നു. അവിടെ അവതാരകരുണ്ട്, അവർ നമ്മളിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവർ വന്നിട്ട് ഫയർ വർക്ക്സൊക്കെ കാണിക്കുന്നു, പല രീതിയിൽ പറന്നൊക്കെ പോകുന്നു. അതൊക്കെ ഭയങ്കര എൻഗേജിങ്, എല്ലാവരെയും ഒരുപോലെ എൻഗേജ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. 8 വരികൾ ഒരു ഭാഗത്ത്, 8 വരികൾ അടുത്ത ഭാഗത്തായിട്ടുള്ള 16 വരികളുള്ള ഒരു റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ്. ആ റോഡിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഈ ദുബായ് റൺ നടക്കുന്ന സമയത്തേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാതെ, അത് വർഷത്തിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും വളരെ ബിസി ആയിട്ടുള്ളൊരു റോഡാണ്. അതിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ദുബായ് റണ്ണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്ലിംഗ് ഈവൻറ്റും കൂടിയുണ്ട്. അപ്പോഴും ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ സൈക്ലിംഗ് ചെയ്യും. ആ ഒരു ദിവസവും ദുബായ് റണ്ണും അല്ലാതെ ബാക്കി എല്ലാ സമയത്തും വളരെ തിരക്ക് പിടിച്ചൊരു റോഡാണ് ഷെയ്ഖ് സായിദ് റോഡ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഈവൻറ്റ് നടക്കുന്നത്. പ്ലസ് ഈ പ്രവാസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന കുറേ തിരിച്ചറിവുകളുണ്ട് എനിക്ക്. അതായത് ഞാൻ പൊതുവേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വളരെ എഫേർട്ട് എടുക്കുന്ന ഒരാളും, ഇഷ്ടമല്ലാത്ത എന്നാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ എഫേർട്ടും എടുക്കാത്ത, മടി പിടിച്ചിരിക്കുന്ന, അത് പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അങ്ങോട്ട് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതി എൻ്റെ ഉള്ളിലോട്ട് വരാത്ത തരം ഒരു മനുഷ്യജീവിയാണ് ഞാൻ. അപ്പോൾ പ്രവാസിയായ ശേഷം ഞാൻ എൻ്റെ വാപ്പച്ചിയുടെ ലൈഫ് ഇവിടെ കണ്ടു. വാപ്പച്ചി എങ്ങനെയാണ് ഇവിടെ പണിയെടുത്ത് നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തിയത് എന്ന് ഞാൻ കണ്ടു. ജോലി ചെയ്യുമ്പോഴാണെങ്കിലും മറ്റുള്ള എൻ്റെ കൂടെ ഉള്ള മനുഷ്യരാണെങ്കിലും അവർ ആ ജോലിയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ അവർ ആ ജോലിയിൽ അവരുടെ കരിയറിൽ കൂടുതൽ മെച്ചപ്പെട്ടവരാകാൻ വേണ്ടി അവർ കൊടുക്കുന്ന ഒരു എഫേർട്ട്, അവരിടുന്ന ഒരു റിസർച്ച് വർക്ക്, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ടാണ് എനിക്ക് ദുബായ് റണ്ണിനെ തോന്നിയത്. ഒരേ റോഡ്, രാജാവ് മുതൽ സാധാരണ ഒരു പ്രവാസി വരെ ഓടുന്ന ഒരു റോഡ്, എല്ലാവർക്കും ഈക്വലായിട്ട്. ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇവിടെ അങ്ങനെയാണ്. നമുക്ക് എന്ത് തരം നമ്മുടെ കയ്യിലൊരു സ്കില്ലുണ്ടെങ്കിൽ അതുകൊണ്ടിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണിത്. ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കൊരു എക്സ്ക്യൂസ്, എനിക്കിത് ചെയ്യാൻ ഇന്ന തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യത്തിനെ നമ്മൾ പല എക്സ്ക്യൂസസ് പറഞ്ഞ് നാളത്തേക്ക് തള്ളി വയ്ക്കുന്ന ഒരു സ്വഭാവം ഞാൻ
എൻ്റെ അടുത്തുനിന്ന് മാറ്റണം എന്ന് എന്നെ പിന്നെയും 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 ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഗതികളാണ് എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും കടന്നു വരുന്നത്. അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഈവൻ്റായിരുന്നു ദുബായ് റൺ. ഞാൻ കണ്ട മനുഷ്യർ, കാലിന് പാടില്ലാത്ത മനുഷ്യർ, വീൽ ചെയറിൽ ഇതിനകത്ത് പങ്കെടുക്കുന്ന മനുഷ്യർ, കൈ കുഞ്ഞുങ്ങളും കൊണ്ട് വരുന്ന അമ്മമാർ, റോഡിൻ്റെ സൈഡിൽ ഒരമ്മ ഇരുന്ന് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണ്, സ്ട്രോളറിൽ കുഞ്ഞുങ്ങളെയും തള്ളിക്കൊണ്ട് എന്നെക്കാളും സ്പീഡിൽ ഓടിപ്പോകുന്ന വളരെ യങ്ങായിട്ടുള്ള അമ്മമാർ. അതൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും അൺഫോർച്ചുനേറ്റായിട്ട് പല കാര്യങ്ങളും സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടും ബ്ലെയിം ചെയ്ത് എൻ്റെ ചുറ്റുമുള്ളവരെയും കുറ്റം പറഞ്ഞ് എൻ്റെ വിധിയെയും പഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കൊടുക്കാതിരിക്കുന്ന എഫേർട്ടിനെ ഓർത്ത് ഒരുപാട് ഇനി അങ്ങനെ പാടില്ല എന്ന് ഒരിക്കൽ കൂടി എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അത് എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഓരോരുത്തരും ഈ ഒരു ഇവൻറ്റിനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഞാൻ നാട്ടിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലുള്ള ഒരാളായിരുന്നു. ഒരു അവധി ദിവസം കിട്ടിയാൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, കാടും മലയൊക്കെ കയറി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്ന ശേഷം പല പരിമിതികളും കൊണ്ടിട്ട് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു പരിമിതിയുണ്ട് എന്നൊക്കെ ഉള്ള റീസൺസൊക്കെ പറഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാത്രകളൊന്നും ചെയ്യാതെ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന യോഗ പ്രാക്ടീസസ് ഒന്നും ചെയ്യാതെ, അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു മണിക്കൂർ നടക്കാൻ പോകാനോ അല്ലെങ്കിൽ ഓടാൻ പോകാനോ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള റണ്ണിങ് ട്രാക്കും എല്ലാം ഉണ്ടായിട്ടാണ് ഞാൻ മടി പിടിച്ചിരിക്കുന്നത്. അപ്പം അവനവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്യൂസും പറയാതെ എനിക്കിനി ഞാൻ ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരുന്ന ആളെയൊന്നും, പക്ഷേ ഒരു എക്സ്ക്യൂസ് പറയാനും എനിക്കിനി അർഹതയില്ല എന്നെന്നെ ബോധ്യപ്പെടുത്തി തന്ന മറ്റൊരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ ദുബായ് റൺ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അടുത്ത വർഷത്തെ ദുബായ് റണ്ണിന് കുറച്ചും കൂടെ മെച്ചപ്പെട്ടൊരു വ്യക്തിയായിട്ട്, കുറേ കൂടി ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് പങ്കെടുക്കാൻ വീണ്ടും ഇന്ന് എനിക്കൊപ്പം ഓടിയ എല്ലാ പേർക്കും പറ്റട്ടെ. ഇന്ന് ദുബായ് റണ്ണിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്കും ഫ്യൂച്ചറിൽ ദുബായ് റണ്ണിന് പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ 7 മണിക്കാണ് ദുബായ് റൺ തുടങ്ങിയത്. 9-9:15 ഫിനിഷ് ചെയ്തു. 10 കിലോമീറ്റർ ആയിരുന്നു ദൂരം. 10 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ പോലും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വലിയ വ്യായാമങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് അങ്ങനെ ഫുൾ ഫ്ലെഡ്ജായിട്ട് ഓടാനൊന്നും പറ്റിയില്ല. പകുതി നടന്നും കുറച്ചൊക്കെ ഓടിയുമൊക്കെയാണ് അത് ഫിനിഷ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ ആ ഒരു കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി എൻ്റെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇന്ന് മുതൽ മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അനിയത്തി ഫെസിന ഉണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട് സീറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും അടുത്ത വർഷത്തെ ദുബായ് റൺ നല്ലൊരു ഇവൻ്റ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.